പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ യാചിച്ച് പ്രാർത്ഥിക്കുന്ന സമയം. ഈ മണിക്കൂറിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ മേലും കുടുംബാംഗങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും വർഷിക്കപ്പെടുവാനും നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ദൈവത്തിൻ്റെ കരുണ വചന വെളിച്ചത്തിൽ ധ്യാനിച്ചുകൊണ്ട് ആ കരുണയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും, അതുപോലെ നമ്മൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം വേണ്ട കൃപയും കരുണയും കർത്താവ് വർഷിക്കും. ദൈവ കരുണയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 3 കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് നല്ലതാണ്. ഒന്ന്, ദൈവ കരുണയുടെ ആവശ്യം. 2, ദൈവ കരുണയുടെ ഉറവിടം. 3, ഈ കരുണ കിട്ടാനുള്ള മാർഗം. ഈ 3 കാര്യങ്ങൾ നമ്മൾ ധ്യാനിച്ച് മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടും. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, ഭാഗ്യസ്മരണീയനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം, ലോകത്തിന് ഇന്ന് മറ്റെന്തിനേക്കാൾ ആവശ്യമാണ് കരുണ. മറ്റെന്തിനേക്കാൾ നമുക്ക് ഭക്ഷണമുണ്ടാവുക, പാർപ്പിടമുണ്ടാവുക, സൗഖ്യം കിട്ടുക, അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടെന്ന്. അതാണ് ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കുക എന്നുള്ളത്. നമുക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വില കൊടുക്കാൻ നമ്മൾ തയ്യാറാകും. വില കൊടുത്ത് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകും. വില കൊടുത്ത് അന്വേഷിച്ച് പോകാൻ നമ്മൾ തയ്യാറാകും. സങ്കീർത്തനം 123 2-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, സങ്കീർത്തകൻ വില കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം. കർത്താവേ, അവിടുത്തെ കരുണ കിട്ടുവോളം ഞാൻ അങ്ങേ തന്നെ നോക്കിയിരുന്ന് പ്രാർത്ഥിക്കും. എനിക്കത് വില കൊടുത്തുള്ളൊരു പ്രാർത്ഥനയാണ്, ത്യാഗമെടുത്തുള്ള പ്രാർത്ഥന. സമയമൊന്നും വെച്ചിട്ടില്ല, എനിക്ക് ഈ കരുണ കിട്ടുവോളം ഞാൻ അങ്ങേ തന്നെ നോക്കിയിരുന്ന് പ്രാർത്ഥിക്കും. മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട്, നമുക്കറിയാമല്ലോ പ്രാർത്ഥനയ്ക്കാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏകാഗ്രത, ഫോക്കസ്ഡായിട്ട് പ്രാർത്ഥിക്കുക. പഠിക്കുമ്പോഴാണേലും ഫോക്കസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞാൻ പ്രാർത്ഥിക്കും എന്ന് സങ്കീർത്തകൻ പറയുമ്പോൾ വില കൊടുക്കാൻ അവൻ തയ്യാറായി എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നമ്മൾ ഈ രീതിയിൽ ഏകാഗ്രമായിട്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്കും ഒഴുകി വരുന്ന അനുഭവം നമുക്കുണ്ടാവും. 2-ാമത്തെ കാര്യമാണ് ദൈവത്തിൻ്റെ കരുണയുടെ ഉറവിടം നമ്മൾ തിരിച്ചറിയണം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 12:13 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, ദൈവത്തെപ്പോലെ കരുണയുള്ള മറ്റാരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഈ ഉറവിടം നമുക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ദൈവാനുഗ്രഹങ്ങളുടെ ഉറവിടമായിട്ട് പറയപ്പെട്ടിരിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, ആയിരക്കണക്കിന് ദൈവാനുഗ്രഹങ്ങളുടെ ഉറവിടമാണ് പ്രാർത്ഥന, വേരും മാതാവും പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞ പോലെ ദൈവ കരുണയുടെ ഉറവിടം ദൈവം തന്നെയാണ്. അപ്പോൾ ആ ദൈവത്തെങ്കിലേക്ക് നമ്മൾ തിരിഞ്ഞ് കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ വർഷിക്കപ്പെടും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. മറ്റെല്ലാ വഴികളും നോക്കിയിട്ട് എല്ലാം അടഞ്ഞതായിട്ട് കാണുമ്പോഴല്ല ദൈവത്തെങ്കിലേക്ക് തിരിയേണ്ട. ആദ്യം നമ്മൾ തിരിയേണ്ടത് ദൈവത്തെങ്കിലേക്കാണ്. നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്തവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ആദ്യം നമ്മൾ തിരിയേണ്ടത് ദൈവത്തിലേക്കാണ്. അവിടെ നിന്നാണ് ദൈവം നമ്മെ കറക്റ്റ് നമ്മളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ആ ഒരു അനുഭവം നമുക്കുണ്ടാകും. അങ്ങനെയുള്ളവരാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരും ദൈവാശ്രയത്വമുള്ളവരും. ദൈവാശ്രയത്വമുള്ളവരുടെ കാര്യം വചനം പഠിപ്പിക്കുന്നുണ്ട്. ജെറമ്യായുടെ പുസ്തകം 17:7 വായിച്ചാൽ, കർത്താവിൽ ആശ്രയിക്കുന്നവർ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ്. എൻ്റെ പ്രത്യേകത,
വേര് വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. അതുകൊണ്ട് വേനൽക്കാലത്തെ പേടിക്കേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വരും. ആരുടെ ജീവിതത്തിലാണേലും, ധനവാനാണേലും ദരിദ്രനാണേലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാം. ഇനി യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തു വരും എന്നുള്ളത് 2 തീമോത്തി 3:12 വായിച്ചാൽ കാണാൻ പറ്റും. ഉറപ്പായിട്ടും പീഡിപ്പിക്കപ്പെടും. അപ്പം അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകണം? അതാണ് പ്രാർത്ഥിക്കുന്നവർക്ക്, കൃപ ലഭിക്കുന്നവർക്ക് സാധ്യമാകുന്ന കാര്യം. നമുക്ക് എപ്പോഴും ദൈവാശ്രയത്വത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ദൈവത്തെ കരുണയുടെ ഉറവിടമായി കാണുന്നവർക്ക് ഈ കരുണയുടെ സമൃദ്ധി അവരുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാനും അനുഭവിക്കാനും സാധിക്കും. മൂന്നാമതൊരു കാര്യം, ഈ കരുണ കിട്ടാനുള്ള മാർഗം. ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏത് വഴിക്ക് നീങ്ങിയാൽ ദൈവകരുണ കിട്ടും. എവിടെയാണ് അതിൻ്റെ ഉറവിടം എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു. ദൈവത്തിൽ തന്നെയാണ്. ഇനി ഈ ദൈവം പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്, എനിക്ക് ദയ തോന്നുന്നവനോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് കരുണ തോന്നുന്നവനോട് ഞാൻ കരുണ കാണിക്കും. റോമാലേഖനം 9, 15, 16 വചനങ്ങളുടെ കാതലായ സന്ദേശം അതാണ്. എനിക്ക് ദയ തോന്നുന്നവനോട് ഞാൻ ദയ കാണിക്കും. ദൈവത്തിന് എന്നോട്, എൻ്റെ കുടുംബത്തോട് ദയ തോന്നത്തക്ക രീതിയിൽ ഞാൻ പെരുമാറുക എന്നുള്ളതാണ്. ഞാൻ ദൈവത്തെ സമീപിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈശോയുടെ മുമ്പിൽ എളിമപ്പെട്ട് ദൈവാശ്രയത്വം ഏറ്റുപറഞ്ഞ് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ ഉറപ്പായിട്ടും ഈ കരുണ നമുക്ക് കിട്ടിയിരിക്കും എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. പുറപ്പാട് പുസ്തകം 20:6 മുതൽ വായിക്കുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ദൈവമക്കൾ ഹൃദയത്തിൽ ഉറപ്പിച്ച് ജീവിതത്തിൽ ഏറ്റെടുത്ത് ഇത് പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യം, ദൈവത്തെ സ്നേഹിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവകരുണയുടെ കുറവ് ഒരിക്കലും ഉണ്ടാകത്തില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് കൽപ്പനകൾ പാലിക്കാൻ പറ്റുക. കൽപ്പനകൾ പാലിക്കുന്നവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് എന്ന് പറയാൻ പറ്റുക. അങ്ങനെയുള്ളവർക്ക് കൽപ്പനകൾ പാലിക്കുന്ന ഒരിക്കലും ഭാരമായിട്ട് തോന്നത്തില്ല. നമുക്കറിയാലോ, ചില വ്യക്തികളെ ചെറിയൊരു സഹനം മതി ഭയങ്കര ഭാരമാണെന്ന് പറഞ്ഞ് ഒച്ചയും ബഹളവും വെക്കും. വേറെ ചിലർ അതിൻ്റെ 100 ഇരട്ടി സഹനം ഉണ്ടെങ്കിലും ശാന്തമായിട്ട് അത് അവർ സഹിച്ച് മുമ്പോട്ട് പോകുന്ന കാണാൻ പറ്റും. ഒരു പരാതിയില്ല, ഒരു പരിഭവമില്ല. എന്തുകൊണ്ടാണ്? ആദ്യത്തെ ഗ്രൂപ്പിന് സ്നേഹം ഇല്ല, രണ്ടാമത് ഞാൻ പറഞ്ഞ ഗ്രൂപ്പിന് ഒരുപാട് സ്നേഹമുണ്ട്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കാൻ അത് സഹായമാകും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. പ്രഭാഷകൻ 1-ാം അധ്യായം 10-ാമത്തെ വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ ജ്ഞാനം അത് നമ്മുടെ ജീവിതത്തിൽ സമാഹരിക്കാൻ പറ്റുക, വളർത്തിയെടുക്കാൻ പറ്റുക. അതിന് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ നാം സ്നേഹിക്കുന്നതിൻ്റെ അളവനുസരിച്ചായിരിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ജ്ഞാനത്തിൻ്റെ അളവ് തിരിച്ചറിയാൻ പറ്റുക. അല്പസ്നേഹമുള്ളെങ്കിൽ അത്രയും ജ്ഞാനമേ കാണത്തുള്ളൂ. ഒരുപാട് സ്നേഹമുള്ളവരിൽ അജ്ഞാനത്തിൻ്റെ അളവ് ഉയർന്നുയർന്നു വരുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകും. ജ്ഞാനത്തിൻ്റെ അഭിഷേകം, നമുക്ക് അതിനേക്കാൾ വലിയൊരു അഭിഷേകത്തെക്കുറിച്ച് ചിന്തിക്കാനില്ല എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് സുഭാഷിതങ്ങൾ 4:7 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്തു ത്യജിച്ചും ജ്ഞാനം സമ്പാദിക്കുക. ബാക്കിയെല്ലാം വിട്ടിട്ട് ജ്ഞാനസമ്പാദനം അത് ലക്ഷ്യം വയ്ക്കുക. എന്ത് ത്യജിച്ചാലും അതൊരു നഷ്ടമല്ല എന്ന് പറയുമ്പോൾ ഈ ജ്ഞാനാഭിഷേകത്തിൻ്റെ വില നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ദൈവിക ജ്ഞാനം, അതിൻ്റെ അഭിഷേകം കിട്ടിയ വ്യക്തികളോട് ആരും പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറയേണ്ട കാര്യമില്ല. ദൈവത്തിൽ ശരണപ്പെടാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടന്നിരിക്കും ദൈവിക ജ്ഞാനമുണ്ടെങ്കിൽ. നമുക്കറിയാമല്ലോ, ജ്ഞാനവും വിവേകവും, ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് സോളമൻ ആവശ്യപ്പെട്ട കാര്യമാണ് എനിക്ക് ജ്ഞാനവും വിവേകവും നൽകുക. വേണേ അവന് സമ്പത്ത് ചോദിക്കാമായിരുന്നു, ദീർഘായുസ് ചോദിക്കാമായിരുന്നു, പക്ഷെ പലതും ചോദിക്കാമായിരുന്നു. ഒന്നും ചോദിച്ചില്ല. എനിക്ക് ജ്ഞാനവും വിവേകവും നൽകുക. ഇനി അവന് അത് കിട്ടുകയും ചെയ്തു. മാത്രമല്ല അളവറ്റ സമ്പത്തും ദൈവം അവന് നൽകുന്നത് കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ ദൈവിക ജ്ഞാനത്തിൻ്റെ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ മുമ്പോട്ട് നമ്മുടെ ജീവിതം കുറച്ചുകൂടി എളുപ്പമാകും. എത്ര പ്രശ്നങ്ങൾ
നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയാലും അവിടെയെല്ലാം എങ്ങനെ പോകണം, എന്ത് പറയണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൈവം തന്നെ നമുക്ക് നൽകുന്ന ഒരു കാര്യമാണ്. അതാണ് ലൂക്കാസ് വിശേഷം 12-ാം അധ്യായം 11-12 വചനങ്ങൾ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ എൻ്റെ നാമത്തിൽ നിലകൊണ്ട് നീ പ്രാർത്ഥിച്ച് ഈ ജ്ഞാനത്തിൻ്റെ അഭിഷേകത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ നീ എന്ത് പറയണം, എങ്ങനെ പറയണം, ഇതൊന്നും ഓർത്ത് ആകുലപ്പെടേണ്ട കാര്യമില്ല. എന്ത് പറയണം എന്നുള്ളത് നിനക്ക് നൽകപ്പെട്ടിരിക്കും. തക്ക സമയത്ത് ദൈവം നൽകിയിരിക്കും. അതെങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവിലൂടെ. അവരെ വിവേകത്തിൻ്റെ വരം ലഭിച്ച് ജ്ഞാനത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം, ദൈവകരുണയിൽ ആശ്രയിച്ചുള്ള ആ ക്രിസ്തീയ ജീവിതം നമുക്ക് ആഗ്രഹിക്കാം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെയും എല്ലാ ആവശ്യങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 യേശുനാഥ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന എന്നുമെന്നും അങ്ങേക്കാരാധന എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ പ്രതിഷ്ഠിക്കാം. നാളെ ആരംഭിക്കുന്ന ധ്യാനം അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.